ഹലോ ഫ്രണ്ട്സ്, പാട്രിയറ്റ് സിനിമ കണ്ടു. ഇന്നാണ് കാണാൻ പറ്റിയത്. ഞാൻ നിരവധി റിവ്യൂസ് കേട്ടിരുന്നു. നെഗറ്റീവ് റിവ്യൂസ് കേട്ടു, പോസിറ്റീവ് റിവ്യൂസ് കേട്ടു. ചില ആൾക്കാരൊക്കെ പറഞ്ഞത് തിയേറ്റർ കത്തിച്ചു കളഞ്ഞു, ഒരു രക്ഷയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കേട്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ റിവ്യൂ ഒന്നും കേൾക്കാറില്ലേ. നല്ലൊരു സിനിമ വന്നതിനാൽ, അല്ലെങ്കിൽ ഒരു സിനിമ വന്നതിനാൽ, മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ വന്നതിനാൽ കാണാൻ പോകും. ആരെങ്കിലും കഥ പറയട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അഭിപ്രായം പറയട്ടെ നമ്മൾ വേണ്ടെന്നാണ് പറയാം. അത് കേൾക്കാതെ നമ്മൾ പോവാറ്. അങ്ങനെ പോയിട്ട് നമ്മൾ നല്ല സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്, കുറേ സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. ആരെങ്കിലും കഥ പറയട്ടെ അല്ലെങ്കിൽ സിനിമയുടെ അഭിപ്രായം പറയട്ടെ നമ്മൾ വേണ്ട, നമ്മൾ കണ്ടോളാൻ പറ്റും, അങ്ങനെയാണ് സാറിന് പറയാറ്. പക്ഷേ ഇന്നെല്ലാവരും കാണാൻ പോകുന്നത് റിവ്യൂ ആദ്യം കേട്ട് അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു സിനിമ കാണാൻ പോകുന്നത് ഒരു റിവ്യൂ കേട്ടിട്ടായിരിക്കരുത്. കാരണം റിവ്യൂ പറയുന്നത് അയാളുടെ ഒരു അഭിപ്രായമായിരിക്കും, അയാളുടെ ടേസ്റ്റ് ആയിരിക്കും. അയാളുടെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളത്. ഇപ്പം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളത്. ഇപ്പം അതൊരു പുസ്തകം വായിക്കുമ്പോഴായാലും അതുപോലത്തെ ഒരു സിനിമ കാണുമ്പോഴായാലും ഡിഫറെൻ്റ് ആയിരിക്കില്ല, ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാം, റിവ്യൂസ് ഒന്നും കാണാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയത് ഒരു ആവറേജ് പടമാണ്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ട് എടുത്തോട്ടെ. അതായത് നമ്മളൊരു ഹോളിവുഡ് മൂവീൻ്റെ ഒരു സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ ഒരു ബോളിവുഡ് ആ ലെവലിലേക്ക്, ഹോളിവുഡ് തന്നെ പറയാം, ഹോളിവുഡ് ലെവലിലേക്ക് ആ സിനിമേൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു രീതിയിലെടുത്ത ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആവറേജ് പടം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മമ്മൂട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും, മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഇവർ നാലാളും തകർത്ത് അഭിനയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഫസ്റ്റ് പാർട്ട് മുഴുവനായിട്ടും മമ്മൂട്ടിയായിരുന്നു അതിൽ ഉള്ളത്. പക്ഷെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ലാഗായിരുന്നു കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഭയങ്കര ലാഗായിരുന്നു പടം, മമ്മൂട്ടി. പക്ഷെ മോഹൻലാൽ വന്നതിന് ശേഷമാണ് പടത്തിനൊരു ജീവൻ കൊടുക്കുന്നത്. ശരിക്കും ആ സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുത്തത് മോഹൻലാൽ ഉള്ള സമയത്താണ്. മാത്രമല്ല, മോഹൻലാൽ ആ പടത്തിൽ ഉള്ളപ്പോഴൊക്കെ പടത്തിനൊരു ജീവൻ ഉണ്ടായിരുന്നു, എന്തായാലും ഒരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മമ്മൂട്ടിൻ്റെതായാലും അതുപോലെ മോഹൻലാലിൻ്റെതായാലും ഈ ഫാൻസിന് വലിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ രണ്ടാൾ വരുമ്പോൾ ഒരു എൻട്രി എന്നുള്ള ലെവലിൽ ഒന്നുമില്ല കേട്ടോ. ഒരു സാധാ ഒരു നടൻ വരുന്ന ആ ഇത് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു നെഗറ്റീവായിട്ട് മമ്മൂട്ടിയും മോഹൻലാലും വരുന്ന സമയത്ത് അയാളുടെ എൻട്രിക്ക് യാതൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടില്ല. സാധാരണ രീതിയിലുള്ളൊരു എൻട്രി ആയിപ്പിന് അത് വലിയൊരു നെഗറ്റീവിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന് നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഈ പടത്തിന് പൊതുജനങ്ങൾക്ക് വലിയൊരു മെസ്സേജ് ഉണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ നമ്മുടെ ടീനേജ് പെൺകുട്ടികൾക്ക് വലിയൊരു മെസ്സേജ് ഉണ്ട്. കാരണം നമ്മൾ ഡിവൈസ് ഉപയോഗിക്കുന്ന സമയത്ത്, ഏതൊരു ഡിവൈസ് ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വലിയൊരു മെസ്സേജ് ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കുണ്ട്, അതുപോലെ തന്നെ ആൺകുട്ടികൾക്കുണ്ട്, മാത്രമല്ല പൊതുജനത്തിനുണ്ട്. അതുമാത്രമല്ല, പിന്നൊരു വലിയൊരു മെസ്സേജ് പൊതുജനത്തിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പാട്രിയോട്ടിസം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ഈ പൊതുജനങ്ങളുടെ പാട്രിയോട്ടിസം, അതുപോലെ തന്നെ ഈ നേതാക്കളുടെ പാട്രിയോട്ടിസം രണ്ടാട്ടോ. അവരുടെ പാട്രിയോട്ടിസം എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരത്തിന് വേണ്ടി, അവരുടെ അവർക്ക് വളരാനും പൈസ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അധികാരത്തിൽ തുടരാനുള്ളൊരു ഒരു തന്ത്രമാണ് അവരുടെ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ പാട്രിയോട്ടിസം അതല്ല. അപ്പോൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു മെസ്സേജ് സൂപ്പർ മെസ്സേജ്, രണ്ട് മെസ്സേജ്. ഒന്ന് നമ്മുടെ ഡിവൈസ് ഉപയോഗിക്കുന്ന സമയത്തുള്ള മെസ്സേജും, പിന്നെ ഈ എന്താണ് പാട്രിയോട്ടിസം എന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നന്നായിട്ട് ഈ ഒരു പ്രായത്തിലും അഭിനയിച്ച് നല്ലൊരു പടമാണ്. മാത്രമല്ല, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ആ പടം എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ ആയിട്ട് പറയാറുള്ളൂ. ഒരു ആവറേജ് പടം. താങ്ക് യു.